ഒരു മനുഷ്യൻ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പോലും അവൻ എങ്ങനെയാണ് സമൂഹത്തിൽ അവന്റെ വേഷവിധാനം എങ്ങനെ നടക്കണം, എങ്ങനെ പെരുമാറണം, അവൻ എങ്ങനെ ജീവിക്കണമെന്ന് പോലും ആരംഭമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ 1500 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം വരച്ചു കാട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഒരാൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുമ്പോൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിൽ അതാണ് പറയുന്നത്. ഒരു പള്ളിയിൽ പോവുകയാണെങ്കിൽ പോലും നിങ്ങൾ എങ്ങനെയാണ് പോകേണ്ടത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പ്രതിപാദിക്കുന്നു. യാ ബനി ആദം, മനുഷ്യ സന്തതികളെ, ഖുദൂ സീനത്തുക്കും, നിങ്ങൾ ഭംഗിയായി കടന്നു ചെല്ലണേ. ഇന്ദ കുല്ലി മസ്ജിദി, നിങ്ങൾ ഏത് പള്ളിയിലേക്ക് പോവുകയാണെങ്കിലും അവിടെ നിങ്ങൾ അലങ്കാര സൗന്ദര്യ വിഭൂഷകരായി കടന്നു പോകണേ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അവതീർണമായ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഇതിന്റെ മറ്റൊരു ഭാഗമായി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ സുഗന്ധം ഉപയോഗിക്കണം. പള്ളികളിൽ പോകുമ്പോൾ നിങ്ങൾ സുഗന്ധം ഉപയോഗിക്കണം. അതുപോലെ നിങ്ങൾ ഒഴിഞ്ഞു തിന്നവരായി നിങ്ങൾ പള്ളിയിലേക്ക് പോകാൻ പാടില്ല. കാരണം ജനങ്ങൾ സംഗമിക്കുന്ന സംഗമ ഭൂമിയാണ്. അവിടെ നിങ്ങൾ ഒഴി പോലത്തെ നിന്ന് പോകരുത്. അത് മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാക്കും, അസ്വസ്ഥതയുണ്ടാക്കും, ദുർഗന്ധം വമിപ്പിക്കും. ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ ഇസ്ലാം ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് അതവന്റെ ആരോഗ്യ ശാസ്ത്രപരമായിട്ടും അവന്റെ സാമൂഹികപരമായും സാമ്പത്തികപരമായും എല്ലാം വരച്ചു കാണിക്കുന്നുണ്ട്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ പോലും നബി തങ്ങളുടെ കീശയിൽ അവിടുത്തെ വദനത്തിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ആ താടി വാരുവാൻ വേണ്ടി നബി തങ്ങളുടെ പോക്കറ്റിൽ ചേർത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന ചരിത്രം പറയുന്നു. അതുപോലെ നബി തങ്ങൾ സുർമ ഉപയോഗിക്കുമായിരുന്നു. ഇതൊക്കെ ഒരു മനുഷ്യൻ ഒരു സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവൻ ഊർജ്ജസ്വലനായി സൗന്ദര്യവാനായി ഇറങ്ങി ചെല്ലണമെന്ന് പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ഒരാളുടെ ഇടയിൽ കടന്നു ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ഒരാളെ കുറിച്ചും ഞാൻ സദസ്സിലിരിക്കുമ്പോ മോശപ്പെട്ട വ്യക്തിയെ കുറിച്ച് ആ മോശം കാര്യം എന്നോട് പറയരുത്. കാരണം ഞാൻ ഓരോ മനുഷ്യനെയും കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു ശുദ്ധ മനസ്കനായ മനുഷ്യനായിട്ടാണ്. ഒരു പക്ഷേ ഞാനൊരു സമൂഹത്തിന്റെ ഒരു ജനമധ്യത്തിൽ ഇരിക്കുമ്പോ ഒരു വ്യക്തിയെ കുറിച്ച് ന്യൂനത എന്ന് പറയുമ്പോ എന്റെ മുഖം വിവർണമാക്കും. ആ മനുഷ്യനെ കുറിച്ചുള്ള മുൻകാഴ്ചപ്പാടുകൾ മാറിപ്പോയേക്കാം. അതുകൊണ്ട് നിങ്ങൾ നല്ല വർത്തമാനങ്ങൾ മനുഷ്യന്മാരെ കുറിച്ച് പറയണമെന്ന ബോധ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ആരോഗ്യ സംരക്ഷണത്തിൽ പോലും പരിശുദ്ധമായ ഇസ്ലാം വളരെ വ്യക്തമായ കാഴ്ചപ്പാടുമാണ്. അവന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നമുക്കറിയാം, കായിക ശേഷി വർദ്ധിപ്പിക്കാൻ വരെ ഇസ്ലാം പ്രതിപാദിക്കുന്ന ചരിത്രമുണ്ട്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ഓട്ട മത്സരം നടത്തിയ ചരിത്രമൊക്കെ ചരിത്രങ്ങളിൽ വിശദമായി പ്രതിപാദിക്കുന്നു. ആദ്യത്തെ തവണ ആരാണ് നോക്കൂ നിങ്ങൾ, ഒരു ലോകത്തിന് മുന്നിൽ ഒരു പ്രവാചകൻ ഇനി വരാൻ പോകുന്ന ജനതയ്ക്ക്, ലോകാവസാനം വരെയുള്ള ജനതയ്ക്ക് മുഴുവൻ ദൃഷ്ടാന്തമായി ആ പ്രവാചകന്റെ അധ്യാപനങ്ങളും കൽപ്പനകളും അനുസരിക്കേണ്ട സമൂഹത്തിന് മുന്നിൽ പ്രവാചകൻ ജീവിച്ച് കാണിച്ചു കൊടുത്ത മാതൃകകളാണ്. സ്വന്തം ഇണയോടൊപ്പം ഓട്ട മത്സരം നടത്തി അതിൽ ആദ്യത്തെ പ്രാവശ്യം മഹദി ആയിഷ റളിയല്ലാഹു അൻഹയാണ് വിജയിച്ചത്.
പിന്നീട് ഒരിക്കൽ അത് ഇങ്ങനെ തന്നെ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫലമ്മാ ഹമൽതു ലഹ്മ, എനിക്ക് തടി കൂടിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എനിക്ക് തടി കൂടിയ സന്ദർഭത്തിലാണ് ആ സമയത്ത് സാബഖതുഹു ഫസബഖനി, ഞങ്ങൾ ഓട്ട മത്സരം നടത്തിയപ്പോൾ ഫസബഖനി, പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ മുൻകടന്നുകൊണ്ട് ഒന്നാം സ്ഥാനത്തെത്തി. ഇത് വളരെ ലളിതമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ നീന്തൽ പഠിക്കണം. ഇസ്ലാമിന്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ് നിങ്ങൾ നീന്തൽ പഠിക്കണം. നീന്തൽ പഠിക്കൽ പോലും സുന്നത്താണ് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇസ്ലാമിൽ എന്ന് പറയുന്നത് അവന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെ മുൻതൂക്കം നൽകുന്നുണ്ട്. അവൻ ഇടപെടേണ്ട രീതികൾ, അവൻ ഇടപെടുന്ന വഴികൾ, അവിടെയൊക്കെ അവൻ ഊർജ്ജസ്വലനായി സന്തോഷത്തോടെ ജീവിതത്തിൽ ഇടപെടാൻ ആവശ്യമായ ആരോഗ്യം ഓരോ മനുഷ്യനും നേടിയെടുക്കണമെന്നാണ്. നമുക്കറിയാം, ഈ ജുമുഅയുടെ രണ്ടാമത്തെ ഭാഗം, ജുമുഅ ദിവസം, അത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ്. പിന്നീട് സ്വഹാബിമാർ അവർ ഭരണത്തിലിരിക്കുമ്പോൾ ആളുകൾ കൃഷിയുമായി ഇടപെടുന്നവരാണ്. ഒരുപക്ഷെ ഒന്നാമത്തെ ഭാഗം ജനങ്ങൾ കൃഷിയിൽ നിന്ന് കയറി ഈ രണ്ടാമത്തെ ഭാഗം കൊടുത്തുമ്പോഴേക്കും അവർ ഒരുങ്ങി തയ്യാറാക്കി രണ്ടാമത്തെ ഭാഗിലേക്ക് പള്ളിയിലേക്ക് കടന്നു വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അഥവാ ഇസ്ലാം ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന് എങ്ങനെയാണ് കൽപ്പന, എങ്ങനെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിനെ ഓർക്കപ്പെടാത്ത മുഴുവൻ കാര്യങ്ങളും അത് ലഹവാണ്, വിനോദമാണ്. വിനോദം എന്ന് പറയുമ്പോൾ നമ്മുടെ സമയം പോകും. അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. എന്തെങ്കിലും മാർഗം നമ്മുടെ മുന്നിൽ വേണം. ഒരു പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന മാർഗമായി നമുക്ക് വേണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, കുല്ലു ശൈഇൻ ലൈസ മിൻ ദിക്രില്ലാഹി ഫഹുവ ലഹു ഇല്ലാ അർബഅ ഖിസാൽ. 4 കാര്യങ്ങൾ അത് വിനോദമാക്കി ഉപയോഗപ്പെടുത്തിയാൽ അത് ലഹുവല്ല, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന് വ്യതിചലിക്കലല്ല എന്ന്. അതിൽ പറയുന്നുണ്ട്, മനുഷ്യന്മാർ നടക്കണം. ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നടന്ന് അവന്റെ ശരീരത്തിന്റെ വ്യത്യസ്ത പേശികൾ ഇളകണം. അതുവഴി അവൻ ആരോഗ്യം സമ്പാദിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, അതുപോലെ മനുഷ്യന്മാർ നീന്തൽ പഠിക്കണം. നീന്തൽ പഠിക്കാൻ സമയം കണ്ടെത്തണം. പഠിക്കാത്തവരുണ്ടെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഈ സമീപ ദിവസങ്ങളിലായി നമ്മളൊക്കെ കേട്ടുവരുന്ന പലപ്പോഴും മരണവാർത്ത. മുങ്ങി മരിക്കുന്നു വിദ്യാർത്ഥികൾ, അതുപോലെ യുവാക്കൾ മുങ്ങി മരിക്കുന്നു. അതൊരു പക്ഷേ നീന്തൽ അറിയാത്തവരാണ് ഭൂരിഭാഗം. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഇവിടെ പറയുന്നത്, നിങ്ങൾ നീന്തൽ പഠിക്കാൻ ഒരു പ്രത്യേക സമയം നീക്കി വെക്കണമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അത് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് ചെറുമണം നടത്തി നീന്തൽ പഠിക്കൽ ഒരു വലിയ സുന്നത്തായ കാര്യമാണ് എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ വിനോദങ്ങളെ ക്രിയാത്മകമായി നമ്മൾ പ്രയോഗിക്കണം. നമ്മുടെ സമയങ്ങളെ, ഒഴിവ് നേരങ്ങളെ നമ്മൾ വിനോദങ്ങളാണെങ്കിൽ പോലും അത് ക്രിയാത്മകമായി നമ്മുടെ ശരീരത്തിന്, ആരോഗ്യത്തിന്, ഹെൽത്തിന് സന്തുഷ്ടമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിയെടുക്കണമെന്നാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം പറയുന്നത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ അജ്സ് വൽ കസ്ൽ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മടി തരരുത് തമ്പുരാൻ.
അജിസ് എന്ന് പറഞ്ഞാൽ അശക്തത, ആരോഗ്യമില്ലായ്മ. അതുകൊണ്ട് ആരോഗ്യം ഉണ്ടാക്കുന്ന വഴികൾ നമ്മൾ തേടണം. അതുപോലെ മനുഷ്യൻ ഒന്നിനും താല്പര്യമില്ലാതെ ഒരു ഭാഗത്ത് കുമിഞ്ഞു കൂടിയിരിക്കുന്ന അവസ്ഥ. അല്ലാഹുവേ, ഇത് രണ്ടിൽ നിന്നും ഞങ്ങൾക്ക് കാവൽ നൽകണേ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം ദുആ ചെയ്യാറുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു വെള്ളിയാഴ്ച ദിവസം പോലും ഒരു സത്യവിശ്വാസി എങ്ങനെ ഒരുങ്ങണമെന്ന് ഇസ്ലാം പറയുന്നുണ്ട്. അവൻ കുളിക്കണം, സുഗന്ധം ഉപയോഗിക്കണം, അവൻ മുടി വെട്ടണം, അതുപോലെ നഖം വെട്ടണം. അങ്ങനെ സൗന്ദര്യഭൂഷിതനായാണ് അവൻ പള്ളിയിലേക്ക് കടന്നു വരേണ്ടത് എന്ന് ഇസ്ലാം പറയുന്നു. ഇനി അതിനപ്പുറം അവൻ ഒരു വഴിയിലൂടെ വരുമ്പോൾ ജുമുഅ നമസ്കാരം കഴിഞ്ഞ് മടങ്ങുമ്പോൾ വേറൊരു വഴിയുണ്ടെങ്കിൽ അത് മറ്റൊരു വഴിയിലൂടെ അവൻ മടങ്ങാൻ ശ്രദ്ധിക്കണമെന്ന പോലും പരിശുദ്ധമായ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ചവിട്ടടിക്കും പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ഒരു ചവിട്ടടി നാം വെക്കുമ്പോൾ നമ്മുടെ ഒരു പാപത്തെ അല്ലാഹു പൊറുക്കുമെന്നും, ഒരു കാൽപാദം നമ്മൾ ഉയർത്തുമ്പോ ഒരു ദറജയെ അല്ലാഹു ഉയർത്തുമെന്നും മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നമ്മൾ വാഹനങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് ഒഴിവാക്കി നമ്മുടെ ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെ പോലെ സൂചിപ്പിക്കുകയാണ്. മനുഷ്യൻ നടക്കണം, അവന്റെ ശരീരം ഇളകണം, അതുവഴി അവൻ ജീവിതത്തിന്റെ മുഖ്യ ഭാഗങ്ങളിലൂടെ മുഴുവൻ സമയം ആരോഗ്യവാനായിരിക്കണം എന്നാണ് പറയുന്നത്. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ആരോഗ്യമുള്ള ഒരു പണ്ഡിതൻ, ഒരു ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ, അതോടൊപ്പം ആരോഗ്യമില്ലാത്ത പണ്ഡിതൻ, ആ ആരോഗ്യമില്ലാത്ത രോഗവുമായി കിടക്കുന്ന അയാളെക്കാൾ ഉത്തമൻ ഈ ആരോഗ്യമുള്ള ജോലിയെടുത്ത് ജീവിക്കുന്ന പണ്ഡിതനാണെന്ന് ഒരു ഭാഗത്ത് വായിച്ച് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യത്തിന്റെ പ്രധാന സമയങ്ങളെ നമ്മൾ വിനിയോഗിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വൈദ്യൻ ഒരു ക്രിസ്ത്യൻ പണ്ഡിതൻ. അദ്ദേഹം ഒരു മുസ്ലിം പണ്ഡിതനോട് ചോദിക്കുന്ന വളരെ വ്യക്തമായ ഒരു ചോദ്യമാണ്, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വലിയ ഒരു ചോദ്യമാണ്. ഹാറൂൻ റഷീദിന്റെ ക്രൈസ്തവനായ വൈദ്യൻ ഒരു മുസ്ലിം, അക്കാലത്ത് ജീവിച്ചിരുന്ന വലിയ ഖുർആനും ഹദീസും അറിയുന്ന വലിയൊരു പണ്ഡിതനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ പണ്ഡിതൻ, അല്ലയോ ഉസ്താദ്, നിങ്ങളുടെ വിശുദ്ധമായ ഖുർആൻ എല്ലാ കാര്യം സമ്പൂർണ്ണമായി എന്ന് സമർത്ഥിക്കുന്നുണ്ട്. അയ്യോ അക്മൽതുലക്കും ദീനക്കും എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ പറഞ്ഞു തരണം, ഇസ്ലാം എന്താണ്, ആരോഗ്യശാസ്ത്ര മേഖലയിൽ എന്താണ് പറയുന്നത്? ആ സമയത്ത് ഈ മുസ്ലിം പണ്ഡിതനായ ഖുർആനും ഹദീസും ഗമന നിരീക്ഷണം നടത്തുന്ന ഈ പണ്ഡിതൻ പറഞ്ഞവർക്ക് ഒരൊറ്റ ആയത്താണ് പറഞ്ഞത്, കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. ഇന്നും ആധുനിക ശാസ്ത്രം നമ്മോട് പറയുന്നത് തന്നെയാണ്. അമിത ഭോജനം പാടില്ല, അമിതമായി ഭക്ഷണം കഴിക്കാൻ പാടില്ല, അവന്റെ ശരീരത്തിന് കാതലാകുന്ന എന്തേ അതിനെ കഴിക്കാൻ പാടുള്ളൂ. 1500 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഇറങ്ങിയ വിശുദ്ധമായ ഖുർആൻ പറയാം, കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. നിങ്ങൾ ഒരിക്കലും അമിതമായി തിന്നരുത്, മാത്രമല്ല വലാ തുസ്രിഫൂ, അതിൽ ദുർവ്യയം ചെയ്യുകയും ചെയ്യരുത്. എല്ലാ മനുഷ്യരും പാകത്തിനെ കഴിക്കാൻ പാടുള്ളൂ, അമിതമായി കഴിക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ആ മനുഷ്യൻ, ആ ക്രൈസ്തവ പണ്ഡിതനായ വൈദ്യൻ ഈ മുസ്ലിം പണ്ഡിതനോട് ചോദിച്ചു, എന്നാൽ നിങ്ങളുടെ ഹദീസിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ആരോഗ്യശാസ്ത്രത്തെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ആരംഭമായ മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്? ആ സമയത്ത് പറഞ്ഞത്, വയറാണ് മനുഷ്യന്റെ ഏതൊക്കെ രോഗങ്ങളുണ്ടോ ആ രോഗത്തിന്റെ മുഴുവൻ ഹേതു, മുഴുവൻ ഗേഹം എന്ന് പറയുന്നത് അവന്റെ വയറിൽ നിന്ന് വരുന്ന വയറ് സംബന്ധമായ കാരണങ്ങൾ കൊണ്ടാണ്. അഥവാ ഭക്ഷണത്തിന്റെ ക്രമീകരണങ്ങളാണ്.
ഭക്ഷണം മനുഷ്യൻ എങ്ങനെ ഇതിനെ ഡയറ്റിംഗ് നടത്തുന്നുവോ അതുവഴി മനുഷ്യൻ രക്ഷപ്പെടും. തങ്ങൾ പറഞ്ഞു, വയറ് എല്ലാ രോഗങ്ങളുടെയും വീടാണെങ്കിൽ ഭക്ഷണം നിയന്ത്രണമാണ് അവനുള്ള ആരോഗ്യത്തിന്റെ മുഖ്യ കാരണം. ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഔഷധങ്ങളുടെ തലവൻ ഈ ഡയറ്റിംഗ് ആണ്, മനുഷ്യന്റെ ഔഷധ നിയന്ത്രണമാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 1500 വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രത്തിന്റെ ഒരു ലാഞ്ചന പോലും കണ്ടെത്താത്ത കാലത്ത് അന്നത്തെ സ്വഹാബികളോട് പറഞ്ഞു കൊടുത്ത കാര്യം പിന്നീട് ഹാറൂൻ ബഷീറിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ വൈദ്യനായ ക്രൈസ്തവ പണ്ഡിതനോട്, ഈ മുസ്ലിം പണ്ഡിതനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഓരോ ശരീരത്തിനും എന്താണ് വേണ്ടതെന്ന് ആ ശരീരത്തിനറിയാം, അത് നൽകണമെന്ന് പരിശുദ്ധമായ പ്രവാചകൻ